കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെ ഒരു അലാറം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മടി കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളത്. ഐഫോണിലെ ഷോർട്ട് കട്ട് ആൻഡ് ഓട്ടോമേഷൻ യൂസ് ചെയ്തായിരുന്നു നമ്മൾ ഈ ഒരു അലാറം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ആപ്ലിക്കേഷന്റെ അഡിക്ഷന് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഐഫോണിലെ ഓട്ടോമേഷൻ ഷോർട്ട് കട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇൻസ്റ്റാഗ്രാം ആണ്. മെയിനായിട്ടും റീൽസ് കാര്യങ്ങളൊക്കെ കാണാനാണ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്. ഇനി ഫേസ്ബുക്കിലാണെങ്കിൽ മാർക്കറ്റ് പ്ലേസ് നോക്കാനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി വളരെ വിലക്കുറവിൽ കിട്ടുമോ അല്ലെങ്കിൽ വളരെ ചീപ്പായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ ഒരു മാർക്കറ്റ് പ്ലേസിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ രണ്ടിലും ഞാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് കയ്യും കണക്കൂല. ഇതിന്റെ മെയിൻ റീസൺ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഒറ്റ വീഡിയോയും പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങിലും വരൂല. അതുപോലെ തന്നെ എല്ലാ വീഡിയോസും തമ്മിൽ നല്ല രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ടാവും. മെയിനായിട്ടും ഇത് രണ്ടും നോക്കിയിരുന്നാണ് എൻ്റെ ടൈം കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ടൈം വേസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് ആൻഡ് ഓട്ടോമേഷൻ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റിലൂടെ നിങ്ങളുടെ വീഡിയോ എടുക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതായിക്കോട്ടെ എന്തും നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതെങ്ങനെ നമ്മുടെ ഐഫോണിൽ സെറ്റപ്പ് ചെയ്യാന്ന് നേരെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മടി ഇപ്പൊ നിലവിൽ എനിക്കുണ്ടെന്നുള്ളത്. 6 മണി തൊട്ട് ഞാൻ ഫ്രീ ആയിരുന്നു, എന്നിട്ടും രാത്രി 1 മണിയായപ്പോഴാണ് ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി തയ്യാറായേക്കുന്നത്. അപ്പോൾ ഈ ഒരു മടി മാറ്റാനുള്ള ഷോർട്ട് കട്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്ന് നോക്കാം. ഇതിനു വേണ്ടി നേരെ ഷോർട്ട് കട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓട്ടോമേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ന്യൂ ഓട്ടോമേഷൻ കൊടുക്കുക. നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നത് കാണാം. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടോപ്പിലുള്ള ഒരു ഓപ്ഷൻ കാണാം, ഏതൊരു ആപ്പാണെന്ന് നമ്മുടെ അടുത്ത് ഇവിടെ ചോദിക്കുന്നുണ്ട്. അതിൽ ചൂസ് കൊടുത്തിട്ട് ഏതൊരു ആപ്ലിക്കേഷനിലാണോ നിങ്ങൾക്ക് അഡിക്ഷൻ ഫീൽ ചെയ്യുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ആമസോൺ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം താഴെ റൺ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ടൈം മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിലൊരു ടൈമറാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി നേരെ ടൈമർ ചൂസ് ചെയ്യുക. ഇവിടെ ഒരു എത്രത്തോളം ടൈം നിങ്ങൾക്ക് അതിൽ സ്പെൻഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരു ദിവസം 15 മിനിറ്റ് അതിൽ സ്പെൻഡ് ചെയ്യാം, ആമസോണിൽ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു 15 മിനിറ്റ് നിങ്ങൾ അവിടെ അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ 30 മിനിറ്റ് ആണെങ്കിൽ 30 മിനിറ്റ് ആ ഒരു ടൈം കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ്സ് ആണ് കൊടുക്കേണ്ടത്. ആ ഒരു ടൈം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് സെക്കൻഡോ ഹവേഴ്സോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനുശേഷം ഡൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ആമസോൺ ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. എൻ്റെ ആമസോൺ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എടുക്കുന്നുണ്ട്. ആമസോൺ ഇവിടെ വന്നു. ഇനി ആമസോൺ ഓപ്പൺ ആവുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു 3 സെക്കൻഡ്സിന്റെ ടൈമർ ഇവിടെ ടോപ്പിൽ വന്ന് കിടക്കുന്നത് കാണാം. ഈ ഒരു 3 മിനിറ്റ് കഴിയുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ടൈമർ കാര്യങ്ങളൊക്കെ റിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആ ഒരു ടൈം മാനേജ്മെന്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് ഈ ഒരു ഓട്ടോമേഷൻ സെറ്റപ്പ് ചെയ്യുന്നതിലൂടെ സാധിക്കും. ഈ ഒരു രീതിയിൽ ഈ ഒരു ഓട്ടോമേഷൻ സെറ്റപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുന്നത്, അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റിലൂടെ നെക്സ്റ്റ് ഇയർ എങ്കിലും നിങ്ങൾക്ക് ബെറ്റർ ആക്കി എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.